കേരളയാത്ര അവസാനിക്കുമ്പോൾ വലിയ മാറ്റം കേരളത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയാളുടെ മുഖത്തിന് മാത്രമാണ് മാറ്റമുണ്ടായതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി രാജേന്ദ്രൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള പുനലൂർ വില്ലേജ് ഓഫീസ് ഉപരോധം 5-ാം ദിവസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് കാസർഗോഡ് തുടങ്ങിയ പുള്ളിക്കാരൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് കുറച്ച് ചലനങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ്. വളരെ മാറ്റങ്ങൾ ഉണ്ടാവും കേരള രാഷ്ട്രീയത്തിൽ. പുള്ളിയുടെ മുഖതാവിലാണ് മാറ്റം ഉണ്ടായത് എന്നതാണ് നാം കണ്ടത്. പുള്ളിയുടെ ഫോട്ടോ കണ്ട് 2 ദിവസം മുമ്പ് കുരച്ചിരിക്കുന്നു, കരിഞ്ഞിരിക്കുന്നു. കിങ്ങിണിക്കുട്ടന്മാർ വെയിലെല്ലാം കൊള്ളുമ്പോൾ നമ്മളൊക്കെ ഈ കാൽനടയാതെയും ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് സമരത്തിൽ പങ്കെടുത്ത പരിചയമൊക്കെ ഉള്ളവരായതുകൊണ്ട് 2 ദിവസം വെയിൽ കൊള്ളുന്നൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഈ കിങ്ങിണിക്കുട്ടന്മാർ AC-യിൽ മാത്രം വീഴുന്ന കിങ്ങിണിക്കുട്ടന്മാർ 4 ദിവസം വെയിൽ കൊള്ളുമ്പോൾ മുഖത്തൊക്കെ ഉണ്ടാകുന്നൊരു വാട്ടവും ചാട്ടമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് കണ്ടത്. 12 ലക്ഷത്തോളം ഒഴിവുകൾ വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടും അത് നികത്തുന്നതിനാവശ്യമായ ഒരു തീരുമാനവും കേരളയാത്രയിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാനുള്ള വ്യവസായവൽക്കരണമടക്കം തൊഴിലവസരങ്ങൾ നികത്തുന്ന ഇന്ന് തന്നെ നിലവിലുള്ള 12 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ നികത്താതെ കിടക്കുകയാണ്. റെയിൽവേയിൽ 4 ലക്ഷം, പൊതുമേഖലാ ബാങ്കുകളുടെ ലക്ഷക്കണക്കിന് അവസരങ്ങൾ, മറ്റ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലക്ഷക്കണക്കിന് അവസരങ്ങൾ, ആ നിലയിൽ 13 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ, 12-നും 13-നും ഇടയ്ക്കുള്ള തൊഴിലവസരങ്ങൾ റിപ്പോർട്ട് ചെയ്ത നിലവിലുള്ള സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച ജീവനക്കാരുടെ എണ്ണത്തിനകത്തു നിർത്തിക്കൊണ്ടുള്ള ഒഴിവുകൾ നികത്താതെ കിടക്കുകയാണ്. ഇതേക്കുറിച്ചെങ്ങാനും കേരള യാത്രയിൽ എന്തെങ്കിലും ഒഴിഞ്ഞോ അദ്ദേഹം? പത്തനാപുരം, പിറവന്തൂർ, തലവൂർ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള 100-ൽ പരം പ്രവർത്തകർ ഉപരോധത്തിൽ പങ്കെടുത്തു. CPM പത്തനാപുരം ഏരിയ കമ്മിറ്റി അംഗം H. നജീം മുഹമ്മദ് അധ്യക്ഷനായി. ബിനു ഡാനിയൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, പുനലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി MA രാജഗോപാൽ, മീര പിള്ള, പത്തനാപുരം ഏരിയ കമ്മിറ്റി സെക്രട്ടറി B. അജയകുമാർ, അഡ്വക്കേറ്റ് TM ജാഫർ, പിറവന്തൂർ സോമരാജൻ, കറവൂർ L. വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.